ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്. ഏയ്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടാന ഭീതി ഒഴിയാതെ ചിന്നക്കനാൽ നിവാസികൾ.
മൂന്നാറിലെത്തിച്ച KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിലെ അലങ്കാര ലൈറ്റുകൾ തെളിക്കില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം പാളി. അടിമാലി 200 ഏക്കർ ടൗണിന് സമീപം ഇടവഴിയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസി. വിശദമായ വാർത്തകളിലേക്ക്. കാട്ടാനഭീതി ഒഴിയാതെ ചിന്നക്കനാൽ നിവാസികൾ. ചക്കക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി തുടങ്ങിയതോടെ വീടുകളിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഓരോ വർഷവും ഏക്കർ കണക്കിന് കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിക്കാറുണ്ട്. അരിക്കൊമ്പനെ കാടുമാറ്റുകയും മുറിവാലൻ ചെരിയുകയും ചെയ്തതോടെ ചിന്നക്കനാലിലെ കാട്ടാനശല്യം നേരിയ തോതിൽ കുറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ വേനൽച്ചൂട് അധികമായതിനാൽ ആനകൾ നിലവിൽ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. കാട്ടാനക്കൂട്ടങ്ങൾ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്നതിനൊപ്പം അപകടകാരിയായ ചക്കക്കൊമ്പനും പതിവായി കാട് വിട്ടിറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 301-ൽ 2 വീടുകൾ ചക്കക്കൊമ്പൻ തകർത്തിരുന്നു. ഓരോ തവണ കാട്ടാനകൾ ഇറങ്ങുമ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക നാശമാണ് ഉണ്ടാക്കുന്നത്. കൃത്യമായ നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. ഒരു മാർഗമില്ല. ആത്മഹത്യയല്ല, മറ്റു മാർഗമൊന്നുമില്ല. ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കൃഷി എല്ലാം നഷ്ടം തരുമെന്ന് പറയാം. അതൊന്നും കിട്ടുകയില്ല. പെരയിടിക്കും, അതുമില്ല. ഇവിടുത്തേക്ക് ഒരു 100 വീടുണ്ടെങ്കിൽ ഒരു 95% ആന ഇടിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും നഷ്ടം കിട്ടിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു കൃഷിയും ചെയ്യത്തില്ല. ഒരു കൃഷി ഇതിന് അധികാരികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഒന്നുമില്ല. ഒന്നും സംഭവിച്ചു കഴിയുമ്പോൾ മെഞ്ഞു വരികയെന്നും പറഞ്ഞ് വരും. അങ്ങനെ അത് പറ്റിയില്ല. അല്ലാതെ ചിന്നക്കനാലിലെ കാട്ടാനശല്യം ഒഴിവാക്കാൻ വനംവകുപ്പ് പ്രഖ്യാപിച്ച വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്നില്ല. വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഒരുക്കാൻ വനംവകുപ്പ് തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സിറ്റി വിഷൻ, രാജകുമാരി. മൂന്നാറിലെത്തിച്ച KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിലെ അലങ്കാര ലൈറ്റുകൾ തെളിക്കില്ലെന്ന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം പാളി. വാഹനത്തിനുള്ളിലെ ലൈറ്റുകൾ തെളിച്ച് ബസ് കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടന വേളയിൽ മന്ത്രി നടത്തിയ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഈ ബസ്സിന് ഒരു ഹെഡ്ലൈറ്റിന്റെ ആവശ്യം പോലും ഇല്ല. ഈ ബസ്സിൽ ഒരുപാട് ലൈറ്റ് വെച്ചിരിക്കുന്നവർക്ക് ഒരു പ്രയോജനമുണ്ട്. ആ ലൈറ്റ് ഒന്നും ഇടാൻ വേണ്ടി വെച്ചതല്ല, ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. അത് ഇടാനും ഉദ്ദേശിച്ചല്ല. KSRTC ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവറോടും ഞാൻ കണ്ടക്ടറോടും പറയുന്നു, നിങ്ങൾ ഈ ഇലുമിനേഷൻ ലൈറ്റ് ഒന്നും ഇടണ്ട. കാരണം രാവിലെ 8:30 മണിക്കാണ് ആദ്യത്തെ ട്രിപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഈ വണ്ടി പകൽ സമയം മാത്രമേ ഓടിക്കുന്നുള്ളൂ. രാത്രിയിൽ മൂന്നാറിൽ ഒന്നും കാണാനില്ല. കുറ്റാക്കുറ്റി ഇരുട്ടാണ്. ഇരുട്ടിലൊന്നും കാണാനില്ല. 6 മണിക്ക് മുമ്പ് 8:30 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് ഈ വാഹനം യാത്രക്കാരുമായി 4 ട്രിപ്പുകളാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം പാളി. വാഹനത്തിനുള്ളിലെ ലൈറ്റുകൾ തെളിച്ച് ബസ് കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മൂന്നാർ ദേവികുളം റോഡിലൂടെ ലൈറ്റുകൾ അത്രയും തെളിച്ച് വാഹനം കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് വാഹനം സർവീസ് നടത്തിയത്. വാഹനത്തിലെ ലൈറ്റ് സംവിധാനങ്ങൾക്കെതിരെ ഹൈക്കോടതിയും മുമ്പ് വിമർശനം ഉന്നയിച്ചിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മൂന്നാറിൽ റോഡിലെ നിയമലംഘനം പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപക പരിശോധന നടത്തുകയും വലിയ തുക പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം മറികടന്നുള്ള ഡബിൾ ഡെക്കർ ബസ്സിലെ അലങ്കാര ലൈറ്റുകൾ തെളിച്ചുള്ള രാത്രിയാത്ര വിമർശന വിധേയമാകുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലി 200 ഏക്കർ ടൗണിന് സമീപം ഇടവഴിയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസി. ഇന്ന് പുലർച്ചെ 4 മണിയോടെ കട തുറക്കാൻ നടന്നു വരുന്നതിനിടയിൽ പുലിയെ കണ്ടതായാണ് പ്രദേശവാസി നൽകുന്ന വിവരം. വിവരത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പ്രദേശത്ത് പരിശോധന നടത്തി. അടിമാലി 200 ഏക്കർ ടൗണിന് സമീപം ഇടവഴിയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസി നൽകുന്ന വിവരം പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. പുലർച്ചെ 4 മണിയോടെ പൊളിഞ്ഞുപാലത്തുള്ള കട തുറക്കുന്നതിനായി ഇടവഴിയിലൂടെ നടന്നു വരുന്നതിനിടയിൽ പുലിയെ കണ്ടതായാണ് പ്രദേശവാസിയായ രാജു പറയുന്നത്. പിന്നീട് സമീപത്തെ വാഴത്തോട്ടത്തിലേക്ക് പുലി ഓടിമറിഞ്ഞതായും രാജു പറയുന്നു. ഞാൻ 200 ഏക്കറിലാണ് താമസിക്കുന്നത്. എനിക്ക് പൊളിഞ്ഞപാലത്തൊരു ചെറിയ ചായക്കടയും മുറുക്കാങ്കടയും എല്ലാം ഉണ്ട്. വെളുപ്പിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി
മെഴുകഞ്ചാല് റോഡ് നടന്ന് 200 ഏക്കറിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കിടക്കുമ്പം നാട്ടുനിലം സണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ പറമ്പിൻ്റെ സൈഡിൽ വെച്ച് പുലിയെ നേരിട്ട് ഒരു വളവ് തിരിഞ്ഞ് വരുമ്പോഴാണ് ഇതിനെ കാണുന്നത്. മൊബൈൽ ഫോണിൻ്റെ വെളിച്ചം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, 3 സ്ട്രീറ്റ് ലൈറ്റും ഉണ്ട് അതിൻ്റെ സെൻട്രൽ വെച്ചാണ് എൻ്റെ ലൈറ്റ് വെട്ടം കണ്ടത് പുലി നേരെ അവിടെ ഒരു വാഴത്തോട്ടത്തിലേക്ക് എടുത്ത് ചാടി. പിന്നെ അത് എങ്ങോട്ടാണ് പോയത് എന്നാണെന്നറിയില്ല. വനംവകുപ്പിൽ മുമ്പ് താൽക്കാലിക വാച്ചർ കൂടിയായിരുന്ന രാജു നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പ്രദേശത്ത് പരിശോധന നടത്തി. മണ്ണ് ഉണങ്ങിക്കിടക്കുന്നതിനാൽ കാൽപ്പാടുകൾ പോലുള്ള അടയാളങ്ങളൊന്നും വനംവകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൈതച്ചാൽ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളാണ് 200 ഏക്കർ മില്ലുംപടി ഭാഗങ്ങൾ. സിറ്റി വിഷൻ, അടിമാലി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഈ മാസം 20-ന് നടക്കും. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. ഇതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. ദേവികുളം സാഹസിക അക്കാദമിക് സ്വന്തമായുള്ള 1 ഏക്കർ സ്ഥലത്ത് 9.63 കോടി രൂപ ചെലവഴിച്ച് 100 പേർക്ക് താമസം, പരിശീലനത്തിനുള്ള സൗകര്യം, ആംഫി തിയേറ്റർ, കോൺഫറൻസ് ഹാൾ, ഡൈനിങ് ഹാൾ, VIP മുറികൾ, ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ, ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് പുതുതായി സാഹസിക അക്കാദമി നിർമ്മിക്കുന്നത്. തീരദേശ വികസന അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഈ മാസം 20-ന് രാവിലെ 10-ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ദേശീയ സാഹസിക അക്കാദമിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ വരുന്ന 20-ാം തീയതി യുവജനക്ഷേമ ബോർഡിൻ്റെ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളാണ് നിർവഹിക്കുന്നത്. ദീർഘനാളത്തെ ഒരു ആവശ്യമായിരുന്നു ദേവികുളത്ത് അഡ്വഞ്ചർ അക്കാദമിക്ക് ഒരു പുതിയ കെട്ടിടം എന്നുള്ളത്. അതിനുവേണ്ടിയിട്ട് ഗവൺമെൻറ് 10 കോടി രൂപ മാറ്റിവെച്ചുകൊണ്ട് പുതിയ കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരുന്നു. യോഗത്തിൽ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S. സതീഷ് അധ്യക്ഷനായി. ജില്ലാ യൂത്ത് കോഓർഡിനേറ്റർ രമേശ് കൃഷ്ണൻ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ VS ബിന്ദു, സുബിൻ ജോർജ്, ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M. നാരായണൻ എന്നിവർ സംസാരിച്ചു. ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ വിവിധ പ്രതിരോധ സേനകൾക്കും കേന്ദ്രത്തിലൂടെ പരിശീലനം ലഭിക്കും. ദേവികുളത്ത് നിലവിലുള്ള അക്കാദമിയിലെ പരിശീലനത്തിനുള്ള സൗകര്യക്കുറവ് പരിഹരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സാഹസിക അക്കാദമി നിർമ്മിക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. KC വൈമിന്റെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം നടന്നു. രാജാക്കാട് ക്രിസ്തുരാജ ഫെറാന പള്ളി മൈതാനിയിൽ നടന്ന വടംവലി മത്സരം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ സഹായത്തിനു വേണ്ടിയാണ് വടംവലി മത്സരം സംഘടിപ്പിച്ചത്. KCYയും ഇടുക്കി രൂപതാ സമിതിയുടെ കീഴിലുള്ള രാജാക്കാട്, കുഞ്ചിത്തണ്ണി മേഖലകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 1ാമത് അഖില കേരള വടംവലി മത്സരം രാജാക്കാട് ക്രിസ്തുരാജ ഫെറാന പള്ളി മൈതാനിയിൽ നടത്തി. KCYയും ഇടുക്കി രൂപത നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് വടംവലി മത്സരം സംഘടിപ്പിച്ചത്. വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം MM മണി MLA നിർവഹിച്ചു. മറ്റെല്ലാ മത്സരങ്ങളും കാണുന്നുണ്ട്, പക്ഷെ ഇങ്ങനൊരു മത്സരം, അതും ഇവിടെ കത്തോലിക്ക സഭയും പുരോഹിത സേസന്മാരും എല്ലാവരും കൂടി പങ്കെടുത്ത് മുൻകൈയെടുത്ത് നടത്തുന്നത് തികച്ചും ഉചിതമായി ഈ നാട്ടിലെ ആളുകൾക്ക് ഈ കായിക പ്രകടനം ആസ്വദിക്കാൻ അവസരമായി തന്നെയല്ല ഇതൊരു പ്രചോദനമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ചടങ്ങിൽ വെച്ച് ചികിത്സാ സഹായമായ 1 ലക്ഷം രൂപ MM മണി MLA ബന്ധുക്കൾക്ക് കൈമാറി. കൂപ്പൺ മുഖാന്തരം സ്വരൂപിക്കുന്ന ബാക്കി തുകയും ചികിത്സാ സഹായത്തിനായി നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള 49 ടീമുകളാണ് മത്സരിച്ചത്. മത്സരത്തിൽ 1ാം സ്ഥാനക്കാരായ യുവ ഫ്രണ്ട്സ് അടിമാലി ടീമിന് 1/2 ലക്ഷം രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും, 2ാം സ്ഥാനക്കാരായ ക്രിസ്ത്യൻ ബ്രദേഴ്സ് പൂമാങ്കണ്ടം ടീമിന് 40,000 രൂപയും ട്രോഫിയും, 3ാം സ്ഥാനക്കാരായ ന്യൂ സെവൻസ് വെള്ളിലാങ്കണ്ടൻ ടീമിന് 30,000 രൂപയും ട്രോഫിയും, 4ാം സ്ഥാനക്കാരായ എവർഷൈൻ കൊണ്ടോട്ടി ടീമിന് 20,000 രൂപയും ട്രോഫിയും,
5 മുതൽ 8 വരെ സ്ഥാനക്കാർക്ക് 10,000 രൂപ ക്യാഷ് അവാർഡും 9 മുതൽ 16 വരെ സ്ഥാനക്കാർക്ക് 5,000 രൂപ ക്യാഷ് അവാർഡും മത്സരിച്ച എല്ലാ ടീമുകൾക്കും പണക്കിഴികളും നൽകി. 450 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടത്തിയത്. കേരള ടഗ് ഓഫ് വാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. മേഖലാ പ്രസിഡന്റ് എബിൻ കച്ചിറ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺ എബ്രഹാം പുറയാറ്റ് അനുഗ്രഹ പ്രഭാഷണവും KCYM ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ ആമുഖ പ്രഭാഷണവും നടത്തി. രൂപത പ്രസിഡന്റ് ജെറിൻ ജെ പട്ടാങ്കുളം സ്വാഗതവും ജനറൽ സെക്രട്ടറി സാംസണ്ണി നന്ദിയും അർപ്പിച്ചു. രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ്, SMYM സംസ്ഥാന പ്രസിഡന്റ് അലക്സ് പുളിമൂട്ടിൽ, മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ VC ജോൺസൺ, KCYM മേഖലാ ഡയറക്ടർ ഫാദർ ജോസ് പുതിയ പറമ്പിൽ, രൂപത ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ SABS, അലീന അലക്സ്, പഴയവടുതി യാക്കോബായ പള്ളി വികാരി എൽദോസ് മേനോത്തുമാലിൽ, ജോഷി കന്യാക്കുഴി, സുമ സുരേന്ദ്രൻ, ഷാജി വയലിൽ, VV ബാബു, MA ഷിനു, എബിൻ സണ്ണി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. സൗത്ത് കൊമ്പടിഞ്ഞാലിൽ ഭീതി പരത്തി അജ്ഞാത ജീവി. പണിക്കൻകുടി സൗത്ത് കൊമ്പടിഞ്ഞാലിൽ വളർത്തുനായയെ അജ്ഞാത ജീവി കൊണ്ടുപോയതായി പരാതി. പണിക്കൻകുടി സൗത്ത് കൊമ്പടിഞ്ഞാലിൽ വളർത്തുനായയെ കൊണ്ടുപോയതായി പരാതി. സൗത്ത് കൊമ്പടിഞ്ഞാൽ സ്വദേശി വിജയന്റെ വീട്ടിലെ വളർത്തുനായയാണ് കഴിഞ്ഞ ദിവസം അജ്ഞാതജീവി പിടിച്ചുകൊണ്ടുപോയതായി സംശയിക്കുന്നത്. നായയെ കെട്ടിയിരുന്ന കയർ സഹിതം വലിച്ചുകൊണ്ടുപോയ നിലയിലാണെന്ന് സ്ഥലം പരിശോധിച്ച മുക്കടം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേറ്ററുമായ ഉൾബേന്ദ്രനും പറഞ്ഞു. നായയെ കൊണ്ടുപോയത് കടുവയോ പുലിയോ അല്ല, ചെറു വന്യമൃഗമാണ് നായയെ കൊണ്ടുപോയതെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം അല്ലെന്നും അധികൃതർ പറഞ്ഞു. രാവിലെ ഇവരിറങ്ങി നോക്കുമ്പോൾ അതിനെ കെട്ടിയിരുന്ന ബെൽറ്റും കയറും സഹിതം ഇതിലെ വലിച്ചുകൊണ്ട് പോയത് അവിടെ കിടപ്പുണ്ട്. അത് അവിടുന്ന് റോഡ് വഴി താഴെ കണ്ടമാണ്, ജാതിയൊക്കെ ഉണ്ട്, ആ കോറിഡോറിലേക്കാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇത് പുലിയോ കടുവയോ അല്ല, ലെപ്പേഡ് ക്യാറ്റാണ്. ഇത് ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, കാരണം ഇത് ഒരിക്കലും മനുഷ്യനെ ആക്രമിക്കാറില്ല. ഇതിൻ്റെ ഇര എപ്പോഴും കാട്ടുകോഴി, മുയൽ, അത് ഇവിടെ ലഭ്യതയുടെ കുറവ് കൊണ്ടായിരിക്കാം പട്ടിയെ വിശന്നപ്പോൾ ഈ പട്ടിയെ കയറി പിടിച്ചത്. ഇത് വലിയ പട്ടിയാണെ പിടിക്കില്ലായിരുന്നു. ഇത് പോമനേറിയൻ ഇനത്തിൽപ്പെട്ട ചെറിയ പട്ടിയാണ്. ഇതിപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തുകയും ജനങ്ങളോട് ആശങ്കപ്പെടേണ്ടതില്ലെന്നും വന്യമൃഗത്തിൽപ്പെട്ട ലെപ്പേഡ് ക്യാറ്റ് അപകടകാരി അല്ല എന്ന് ജനങ്ങളെയും ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും സമീപത്തെ വീടുകളിൽ നിന്നും വളർത്തുമൃഗങ്ങളെ അജ്ഞാതജീവി കടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇനിയൊരു ഇടവേള. സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല.
ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പേ, ഇവനാണ് ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. മേക്ക് യുവർ ഹോം ബ്യൂട്ടിഫുൾ വിത്ത് KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയ സേവാഭാരതി കേരളം നടപ്പിലാക്കുന്ന ഭാസ്കര ജ്യോതി മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ ഭാഗമായുള്ള മെഡിക്കൽ വാഹനത്തിന്റെ ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ മെഡിക്കൽ വാഹനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ആദിവാസിയിടങ്ങളിലും തോട്ടമേഖലകളിലുമടക്കം കൂടുതൽ കാര്യക്ഷമമായി ചികിത്സാ സൗകര്യം ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ സേവാഭാരതി കേരളം ഭാസ്കര ജ്യോതി മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായുള്ള മെഡിക്കൽ വാഹനത്തിന്റെ ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു. അടിമാലി NSS ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ മെഡിക്കൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതിയുടെ സേവനം എല്ലാ മേഖലകളിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർദ്ധരായിട്ടുള്ള മേഖലയാണ് അല്ലെങ്കിൽ അടിമാലി അല്ലെങ്കിൽ ഇടുക്കി ജില്ല. ഈ മേഖലയിൽ ഇത്രത്തോളം സേവനങ്ങൾ, അതായത് ഞങ്ങളെ ത്രിതല പഞ്ചായത്തിൻ്റെ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ മെമ്പർമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേശീയ സേവാഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ B രാജീവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ക്ഷേത്രീയ സേവാ പ്രമുഖ് PM രവികുമാർ സേവാ സന്ദേശം നടത്തി. സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി. ദേശീയ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ PG, KI സുരേന്ദ്രൻ, KK രാജൻ, സുനിൽകുമാർ AK, രാജൻ കൈരളി, രാജു മണി എന്നിവർ സംസാരിച്ചു. ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ആദിവാസിയിടങ്ങൾ, തോട്ടം മേഖല എന്നിവിടങ്ങളിൽ സേവനം ലഭ്യമാക്കുക, ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഡിക്കൽ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്. മൊബൈൽ മെഡിക്കൽ വാഹന യൂണിറ്റിൽ മുഴുവൻ സമയം ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം ലഭ്യമാണ്. സിറ്റി വിഷൻ, അടിമാലി. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഈ മാസം 18 മുതൽ 27 വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി പൂത്തേട്ട ലാലൻ തന്ത്രി, ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും. ഉത്സവ ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി മഹോത്സവത്തിന് ഈ മാസം 18-ന് കൊടിയുയരും. 18-ന് വൈകിട്ട് 6-നും 6:30-നും ഇടയിൽ ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രി, ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും. ഉത്സവാഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ഈ കൊല്ലത്തെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി മാസം 18-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് നടക്കുന്നത്. ഫെബ്രുവരി മാസം 18-ാം തീയതി വൈകിട്ട് ദീപാരാധനയോടനുബന്ധിച്ചാണ് തൃക്കൊടിയേറ്റ് നടക്കുക. തൃക്കൊടിയേറ്റ് ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ തന്ത്രി പൂത്തോട്ട ശ്രീ ലാലൻ തന്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി ശ്രീ അജിത് ശാന്തികൾ എന്നിവർ ചേർന്നാണ് താന്ത്രിക കർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. 19-ാം തീയതി രാവിലെ മുതൽ
ഏറ്റവും വിശേഷമുള്ള ശിവരാത്രിക്ക് പ്രാധാന്യമുള്ള ശിവരാത്രി ബലി കർമ്മങ്ങൾ നടക്കും. അത് അഷ്ടദിക്പാലകർക്ക് എല്ലാം പ്രസാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താന്ത്രിക വിധിപ്രകാരമുള്ള ഒരു കർമ്മമാണ്. ഇത്തവണയും ക്ഷേത്രത്തിൽ 10 ദിവസവും അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പതിവ് ക്ഷേത്ര പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജാ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കും. 24-ന് വൈകിട്ട് ചാറ്റുപാറ മൂകാംബിക നഗറിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ആരംഭിക്കും. 25-ന് പള്ളിവേട്ട മഹോത്സവം നടക്കും. 26-ന് മഹാശിവരാത്രി ആറാട്ട് മഹോത്സവം നടക്കും. 27-ന് രാവിലെ പിതൃപൂജകളും പിതൃതർപ്പണവും നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിപുലമായ കലാപരിപാടികളും ക്രമീകരിച്ചിട്ടുള്ളതായി ക്ഷേത്രം പ്രസിഡന്റ് ദേവരാജൻ, സെക്രട്ടറി അശോകൻ, വൈസ് പ്രസിഡന്റ് കിഷോർ, പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടുകുഴിയുമായി കിടക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച് 2.5 വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് പ്രദേശവാസികൾ. ദുരിതത്തിലായി ചിന്നക്കനാൽ നിവാസികൾ. ചിന്നക്കനാൽ പവർ ഹൗസ് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. പക്ഷേ റോഡ് ഇപ്പോഴും പഴയ പിടിയിൽ തന്നെ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പവർ ഹൗസ് വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും ചിന്നക്കനാലിലേക്ക് പോകുന്ന 3 കിലോമീറ്ററോളം വരുന്ന പൊതുമരാമത്ത് റോഡാണ് തകർന്നു കിടക്കുന്നത്. കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണം കരാർ ഏറ്റെടുത്തത്. 4 കോടി രൂപയാണ് റോഡിന് അനുവദിച്ചത്. എന്നാൽ 2.5 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധമടക്കമുള്ള സമരവുമായി രംഗത്തെത്തിയിരുന്നു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു 4 കൊല്ലം മുമ്പ് കുഞ്ചിത്തണ്ണി ലേബർ സൊസൈറ്റിയാണ് ഈ റോഡിൻ്റെ കോൺട്രാക്റ്റ് എടുത്തത്. 4 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ നിലവിൽ നിർണ്ണയിച്ചത്. ഈ പദ്ധതി മൂലം ഈ റോഡ് മാന്തിയിട്ട് ഇതുവരെയായിട്ടും ശരിയായിട്ടില്ല. ഞങ്ങൾ ഒരു ബഹുമാനപ്പെട്ട PWD മന്ത്രിക്കും ഇടുക്കിയിലെ മന്ത്രി ബഹുമാനപ്പെട്ട റോസി അഗസ്റ്റിൻ സാറിനും ജില്ലാ കളക്ടർ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടും ഈ പരാതി പരിഗണിക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. മഴക്കാലമായതോടെ റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ട് അതിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ചിന്നക്കനാൽ റേഷൻ കടയ്ക്ക് സമീപത്തെ കലുങ്കിലെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചതിനാൽ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കരാറുകാരുടെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അതിനാൽ കരാർ റദ്ദാക്കി റീടെൻഡർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ അനധികൃതമായി പാറകൾ പൊട്ടിച്ചു കടത്തിയതായും നാട്ടുകാർ പറയുന്നു. ആദ്യം എടുത്ത് ഈ കുഞ്ചിത്തണ്ണി ലേബർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു ഇത് എടുത്തത്. അത് CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനി ഇതായിരുന്നു എടുത്തത്. അവരത് റോഡ് പണി പൂർത്തിയാക്കാത്തതുകൊണ്ട് അവരെ കരിമ്പട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിൻ്റെ പണി ഇപ്പോൾ ഒന്നും അല്ലാത്ത രീതിയിലൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. സ്കൂൾ പിള്ളേർക്കും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു റോഡാണ് ചിന്നക്കനാലിന്. ആ റോഡിൻ്റെ അവസ്ഥയാണ്, ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത്. റോഡിൻ്റെ അവസ്ഥ ഒരു MLA ഇവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഈ റോഡ് ഇങ്ങനെ ചിന്നക്കനാലിൻ്റെ ഏറ്റവും ടൂറിസം മേഖലയാണ് കേരളത്തിൽ. ആ ടൂറിസം മേഖലയിൽ പൊളിഞ്ഞു കിടക്കുന്ന ഈ റോഡിന് ഒരു MLA ഈ നാട്ടിലുണ്ടെന്ന് പോലും അറിയില്ല. അത്രയ്ക്കും മോശമായിട്ടാണ് ഈ റോഡിൻ്റെ ശോധനാവസ്ഥ കിടക്കുന്നത്. 4 കിലോമീറ്റർ റോഡ് പണിയുവാൻ MLA ഫണ്ടിൽ നിന്ന് പോലും MLAക്ക് യാതൊരു ഉത്സവവും ഇല്ല. 5 വർഷക്കാലമായി ഈ റോഡ് ഇങ്ങനെ ഈ ഗതി കിടക്കാൻ തുടങ്ങിയിട്ട്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുവാനാണ് ചിന്നക്കനാൽ നിവാസികൾ ഏറെ ബുദ്ധിമുട്ടുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സമയമേ ഉള്ളൂ എന്നാണ് ടാക്സി തൊഴിലാളികൾ പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും റീടെൻഡർ നടത്തി റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, രാജകുമാരി. മറയൂർ ചിന്നാർ റോഡിൽ ഭീതി പരത്തി വിരിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന. മറയൂർ ചിന്നാർ റോഡിലൂടെ എത്തിയ KSRTC ബസ്സിന് മുമ്പിൽ കാട്ടാന യാത്ര തടസ്സം തീർത്തു. റോഡിൽ നിലയുറപ്പിച്ചെങ്കിലും കാട്ടാന മറ്റു പരാക്രമങ്ങൾക്ക് മുതിരാതിരുന്നത് ആശ്വാസമായി.
വേനൽ കനത്തതോടെ മൂന്നാർ മറയൂർ മേഖലകളിൽ റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് കാട്ടാനകളുടെ സാന്നിധ്യം കൂടുതലായുള്ളത്. അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ മറയൂർ ചിന്നാർ റോഡിൽ വിരിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന ഇറങ്ങി ഭീതി പരത്തി. റോഡിലൂടെ എത്തിയ KSRTC ബസ്സിന് മുമ്പിൽ കാട്ടാന യാത്രാ തടസ്സം തീർത്തു. തിരുവനന്തപുരം പഴനി സർവീസ് നടത്തുന്ന ബസ്സിന് മുമ്പിലായിരുന്നു ഇന്ന് രാവിലെ ആന നിലയുറപ്പിച്ചത്. ബസ്സിന് നേരെ നടന്നെടുത്ത കാട്ടാന പിന്നീട് വനത്തിലേക്ക് പിൻവാങ്ങി. റോഡിൽ നിലയുറപ്പിച്ചെങ്കിലും കാട്ടാന മറ്റ് പരാക്രമങ്ങൾക്ക് മുതിരാതിരുന്നത് ആശ്വാസമായി. അന്തർ സംസ്ഥാന പാത കടന്നുപോകുന്ന മൂന്നാർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുകൊമ്പൻ പടയപ്പയും ഗതാഗത തടസ്സം തീർത്തിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടാന ഭീതി ഒഴിയാതെ ചിന്നക്കനാൽ നിവാസികൾ. മൂന്നാറിലെത്തിച്ച KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിലെ അലങ്കാര ലൈറ്റുകൾ തെളിക്കില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി K. ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം പാളി. അടിമാലി 200 ഏക്കർ ടൗണിന് സമീപം ഇടവഴിയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദനഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്ബെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.